നമസ്കാരം. തൃശൂർ ലൂർദ് മാതാവിന് ഒരു പൊൻകിരീടം കൂടെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന വാഗ്ദാനമാണത്. മകൾ സൗഭാഗ്യയുടെ കല്യാണ സമയത്ത് തൃശൂർ ലൂർദ് പള്ളിയിലേക്ക് ഒരു സ്വർണ്ണ കിരീടം നൽകിയ സമയത്ത് സുരേഷ് ഗോപിയെ വളഞ്ഞാക്രമിച്ചവർക്ക് സുരേഷ് ഗോപി നൽകിയിരുന്ന ശക്തമായ മറുപടി, അതായത് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും, വിജയമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വിജയമാണെങ്കിലും അല്ലെങ്കിലും അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും. അതെപ്പോഴാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ ചെയ്യണം. ഞാൻ സിനിമ ചെയ്തുകൊണ്ട് MP ആയി പ്രവർത്തിക്കും. നിങ്ങൾ വിജയിപ്പിച്ചാൽ. ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു കിരീടം മാതാവിന് കൊണ്ടുവന്ന് നൽകിയിരിക്കും. ഇതിന്റെ ഹൃദയത്തിന്റെ കുടുംബ വേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് എന്ന് സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇനി പ്രാവർത്തികമാകാൻ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. കാരണം കേരളത്തിൽ BJPക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നു കൊടുത്ത് ചരിത്ര വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ആ പൊൻതിളക്ക വിജയത്തിൽ അതിന്റെ സന്തോഷവും ഓർമ്മപ്പെടുത്തലുമായി അദ്ദേഹം ഇനി ഒരു തങ്കക്കിരീടം തയ്യാറാക്കും എന്നത് ഉറപ്പാണ്. കേരളത്തിൽ ഒരു കാലത്തും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിരുന്ന അന്തം കമ്മികൾക്കുൾപ്പെടെയുള്ള മറുപടി കൂടെ ആയിരിക്കും ഇത്. എന്തായാലും കേരളത്തിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ തൃശൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയെ ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നു. കേരളത്തിലെ ആദ്യ NDA MP ആകാൻ സുരേഷ് ഗോപി ഒരുങ്ങുമ്പോൾ ആവേശത്തിലാണ് തൃശൂരിലെ ഘടികൾ. നഗരത്തിലെങ്ങും അതിന്റെ ആഘോഷ പരിപാടികളായിരുന്നു. BJP പ്രവർത്തകരെക്കാൾ പൊതുജനങ്ങൾക്കാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്കുണ്ടായിരിക്കുന്നത്. ശതാബ്ദങ്ങളോളം ഭംഗിയായി നടന്ന തൃശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് ജനങ്ങൾ നൽകിയ മറുപടി കൂടെയാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് തൃശൂരുകാർ പ്രതികരിച്ചു. BJP സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനിടെ അവർ വലിയ രീതിയിൽ ആണ് സുരേഷ് ഗോപിയിൽ പ്രതീക്ഷയുണ്ടെന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. പാറമേക്കാവും തിരുവമ്പാടിയും അതിമനോഹരമായി നടത്തിയിരുന്ന വെടിക്കെട്ട് പോലും അലങ്കോലമാക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന് കളങ്കം വരുത്തിയ രാഷ്ട്രീയ നേതാക്കൾക്ക് സുരേഷ് ഗോപിയിലൂടെ മറുപടി നൽകിയിരിക്കുകയാണെന്ന് ജനം പറയുന്നു. BJP പ്രവർത്തകർ മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നിരിക്കുന്നത്. LDFനും UDFനും ഇത്രകാലം വോട്ട് ചെയ്തവർ ഇത്തവണ BJPയിലേക്ക് മാറി ചിന്തിച്ചു. മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ വോട്ട് ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മാറ്റത്തിനൊരു വോട്ട് എന്നത് കൂടിയായിരുന്നു തൃശ്ശൂർക്കാരുടെ നയം. തൃശ്ശൂർ എടുക്കുമെന്ന് മാത്രമല്ല ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു ആഘോഷവേളയിൽ ഈ ഒരു വിജയ നിമിഷത്തിൽ ജനങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇത്തവണത്തെ തൃശൂർ പൂരം ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അതിലുള്ള വിശ്വാസം ജനങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇനി ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.